എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പം സമയം ഇപ്പം ഒരു 9 കഴിഞ്ഞു. 3 ദിവസമായിട്ട് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെയാണ് മര്യാദയ്ക്ക് ഉറങ്ങിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഉറങ്ങിയത്. ഓക്കെ, അപ്പോൾ 9 മണിയായി. ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ കുറേ കാലമായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ നിന്ന് എത്രയോ മുമ്പാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തത്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നെന്നാൽ പിന്നെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ഒരു പുതിയൊരു സിറ്റിയിലേക്ക് മാറുകയാണ്, നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും ഷോപ്പിങ്ങും വീട് ഷിഫ്റ്റിങ്ങും അങ്ങനെ 100 കാര്യങ്ങൾ ഇന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ആവാം. കുറേ ആയാലും ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട്. അപ്പം നമ്മളിപ്പോൾ എണീറ്റതേ ഉള്ളൂ. അമ്മ വന്നിട്ട് കുറച്ച് മുമ്പേ വന്ന് മുട്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ 5 മിനിറ്റ് എന്ന് പറഞ്ഞ് കടന്ന് ഇത്ര സമയമായതാണ്. അപ്പം നമുക്ക് ബ്രഷ് ചെയ്ത് ഒന്ന് ഫ്രഷനപ്പ് ആയിട്ട് നേരെ, ഇതിപ്പോൾ എൻ്റെ വീടല്ല, എൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞു ഓൾമോസ്റ്റ്. അപ്പം നമുക്ക് എൻ്റെ വീടിൻ്റെ ഹോം ടൂറൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുന്ന് ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം പോയി ഖാനയൊക്കെ കഴിച്ച് ഓരോരോ പരിപാടിയായിട്ട് നമുക്കിന്ന് സെറ്റാക്കാം. അപ്പം നിങ്ങളത് എൻ്റെ കൂടെ ട്രാവൽ ചെയ്യും. ഓക്കെ, അപ്പം കമോൺ. നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് എന്താ പറയുക, ഫ്രഷനപ്പായി എന്ന് പറഞ്ഞിട്ട് മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. ഫ്രഷനപ്പായപ്പം നിൽക്ക്. ഇത് ഞങ്ങൾ താമസിക്കുന്ന വീട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുൾ സാധനങ്ങളാണിപ്പം. അപ്പം ഇവിടുന്ന് അപ്പുറത്തുള്ളതാണ് എൻ്റെ ശരിക്കത്തെ വീട്. അപ്പം അങ്ങോട്ടേക്ക് പോയിട്ടാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. കാരണം അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഹോം ടൂർ എന്തായാലും ഉണ്ടായിരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഹോം ടൂർ എടുക്കാമെന്ന് ഓർത്തേ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇന്നലെ പിന്നെ ഇവിടെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഹോം ടൂർ എടുത്തെങ്കിൽ ഒരു ഫുൾ വൃത്തിക്ക് എടുക്കണമല്ലോ. അപ്പോൾ അതാണ് അയ്യോ എൻ്റെ സൗണ്ട് കേട്ടിട്ട് ഒരുത്തന്നെ എണീറ്റു. ഓഫി ഉറങ്ങുമായിരുന്നു ഇത്ര നേരം. ഇപ്പം ഞാൻ ഉള്ളിൽ വന്ന് സംസാരിക്കുന്നതായിട്ട് കാണിച്ചു തരാം. ഞാൻ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. ഗെറ്റിംഗ് റെഡി, ഗെറ്റിംഗ് ഗിയർഡ് അപ്പ്. എടാ ഓഫി കിട്ട്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഹോം ടൂറിൻ്റെ കാര്യമൊക്കെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. അപ്പം ഞാനിവിടെ എന്തിനായിരുന്നു ഞാൻ ഇവിടെ ഫുഡ് കഴിക്കാനാണ് വന്നത്. അപ്പം ഈ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവിടെ പോയി, അവിടെ എൻ്റെ സാധനങ്ങൾ കുറേ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ആ സാധനങ്ങൾ മൊത്തം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അപ്പനും അമ്മ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേയൊക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ മുങ്ങി ഇങ്ങനെ എടുക്കാം മടി പിടിച്ചിട്ടേക്ക് അങ്ങനെ മാറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ അപ്പൻ്റെ അനിയത്തിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി പൊറോട്ടയൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ ഇന്ന് രാവിലെ പൊറോട്ടയാണ് ഗൈസ്. നിങ്ങൾ എൻ്റെ കൊല്ലരുത് ഈ വീഡിയോ കാണുമ്പോൾ രാവിലെ തന്നെ എണീറ്റ് പൊറോട്ടയാണ് കഴിക്കുന്നതെന്ന് ചോദിച്ച് തുടങ്ങിയില്ലേ പ്ലീസ്. അത് ഇന്ന് പൊറോട്ട ആയിപ്പോയി. കാരണം ഇന്നലെ രാത്രി ഇവിടെ കുറേ പൊറോട്ട ഉള്ളതുകൊണ്ട് ഇന്ന് രാവിലെ എന്നാൽ പിന്നെ പൊറോട്ട കഴിക്കാം. ഇപ്പോൾ പൊറോട്ടയും മീനും ഉണ്ട്, പൊറോട്ടയും ചിക്കനും ഉണ്ട്. എന്താണ് കഴിക്കേണ്ടത് എന്ന് ഞാൻ ആലോചിക്കണം. ഇന്നലത്തെ പൊറോട്ട കഴിച്ചിട്ട് വയറിങ്ങനെ ബ്ലോട്ടറായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ബേസ് നിങ്ങളെന്നെ കൊല്ലരുത്. നമ്മുടെ പൊറോട്ട ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കാണ് ഗേസ്. കാരണം ഇന്നലത്തെ രാത്രിയിൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് മുരിമുരി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടാക്കാൻ വേണ്ടി ഇട്ടേക്കാണ്. എന്നെ കൊല്ലരുത് എഗെയിൻ ഗേസ്, കമോൺ. അപ്പോൾ നമ്മൾ പൊറോട്ട കഴിച്ച് കുറേ കാലമല്ലേ ഡേ ഇൻ മൈ ലൈഫ്. ഞാനിപ്പോൾ ആലോചിക്കാറ് എന്തൊക്കെ പറയണ്ടാവും. കുറേ കാലമല്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് പറയേണ്ടത്, എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്നൊക്കെ. ഇത്ര വലിയ കൺഫ്യൂഷൻ ആണോ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ആലോചിക്കേണ്ടത്. എനിക്കിത് വേറെ എന്താ പണി. ഞാൻ കമൻസൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതിനൊന്നും കാണാണ്ട് വിടുന്നില്ല. കുറേ പേരുടെ കമൻസും എല്ലാം ഞാൻ കാണാറുണ്ട്. നിങ്ങളൊക്കെ ഒന്നും പറയുന്നില്ല ഞാൻ എന്താണെന്ന് വെച്ചിട്ടോ. അതൊക്കെ എത്രയുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് മാറുകയാണ്, നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഞാൻ സഹായിച്ചില്ല എന്നാണ് ഇപ്പം കൂടി അമ്മ വന്ന് വഴക്കറിട്ട് പോയതേ ഉള്ളൂ. എന്നിട്ടാണ് ഞാൻ അവിടെ ചില്ല് പറഞ്ഞ് നിൽക്കുന്നത്. കഴിച്ചിട്ട് വേണം എനിക്ക് ഓടി അവിടെ പോയത്. കൊച്ചുമണിയാണ് എൻ്റെ കൊച്ചുമണിയാണ്. ഐശ്വരി, ഞാനിവിടെ നിന്നെ കാണാൻ വന്നപ്പോൾ നിനക്കിവിടെ ഇത് കടിച്ചു പിടിച്ചോണ്ടിരിക്കുക. ഓഫി എടാ ഇങ്ങോട്ട് നോക്കടാ. ഇല്ല തരില്ല. അടിയാണേ. ഡിഫീറ്റ്. ബൂഫിനെ നമ്മൾ തോപ്പിച്ചിരിക്കുന്നു ഗൈസ്. പറയുന്നത് നാളെ വെയിറ്റ് ചെയ്തെനിക്ക് പറയരുത്. ബൂഫിനെങ്കിലും നമുക്ക് ഡിഫീറ്റ് ചെയ്യാമല്ലോ. അയ്യോ, അപ്പം ഇനി നമുക്ക്
പാക്കിങ് തുടങ്ങാം. ഷിഫ്റ്റിംഗ് റൂം ഒരു അലങ്കോലായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യരുത് ദൈവത്തെ ഓർത്ത് പ്ലീസ്. അപ്പം കണ്ടോ, ഇത്രയും ലഗേജ് ഉണ്ട്. ഈ 3-4 സൂട്ട് കേസ്, ബെഡ് മൊത്തം തുണിയാണ്, അവിടെ തുണിയാണ്, എല്ലായിടത്തും തുണിയാണ്. അപ്പം ഇതെല്ലാം കൂടി വേണം പാക്ക് ചെയ്ത് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ. എനിക്ക് വയ്യ, എനിക്ക് പണിയെടുക്കണ്ട കേസ്, എനിക്ക് വയ്യ. കുറച്ച് അമ്മേനെ വിളിക്കാം. അമ്മ ഇപ്പോൾ വിളിച്ചായിരുന്നു, സഹായം വല്ലതും വേണമെങ്കിൽ വിളിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ തുണിയുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോൾ ഞാൻ കട്ടിലേക്ക് എടുത്തിടും. കട്ടിലേക്ക് എടുത്തിട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ ചൂസ് ചെയ്യണം നമുക്ക് എന്തൊക്കെ തുണി വേണം എന്നുള്ളത്. അപ്പോൾ നമുക്കെല്ലാം എടുത്ത് അങ്ങോട്ട് കമിഴ്ത്താം. ഓക്കെ, എന്നിട്ട് പിന്നെ എന്തെങ്കിലും പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെറ്റാക്കാം. അല്ലാണ്ട് ഒരു ടൈം പാസ് ഇതൊന്നും ചെയ്യാൻ പറ്റും തോന്നില്ല. അപ്പോൾ നമുക്ക് ഓരോരോ ലഗേജ് ആയിട്ട് എടുത്ത് കമിഴ്ത്താം. ഇത് എൻ്റെ ക്രൈസ്റ്റിലെ ഫസ്റ്റ് ഇയർ തൊട്ടുള്ള കുർത്തിയുള്ള ലഗേജ് വരെ ഉണ്ട്. അതൊക്കെ നമുക്ക് എടുത്ത് കളയേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഫസ്റ്റ് ഇയർ ലാസ്റ്റ് അതുപോലെയല്ല ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കൊറേ നല്ല സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ടോ? കൊറേ ഫാൻ ഓഫ് ആക്കിയതാണ്. ഇനി ചൂടെടുത്തിരിക്കും. അപ്പൊ ഒരു പെട്ടി നമ്മളെടുത്ത് ഇട്ടു. ഒരു പെട്ടി ഡൺ. ഇതെല്ലാം നമ്മൾ ചൂസ് ചെയ്ത് മാറ്റി അങ്ങോട്ട് വെക്കണം. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ടോ എല്ലാം നിങ്ങള്? രണ്ടാമത്തെ പെട്ടി നമുക്ക് തുറക്കണ്ടേ? ഇപ്പൊ രണ്ടാമത്തെ പെട്ടി ഇതാണ്, ഇവിടെ തുറന്നിട്ടിട്ടുണ്ട്. എന്റെ ബ്ലൗസ് അടക്കമുണ്ട് ഗൈസ്. ഈ ബ്ലൗസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്റെ എൻഗേജ്മെന്റ് അല്ല, ചേച്ചിയുടെ എൻഗേജ്മെന്റ് ഇട്ട ബ്ലൗസ് ആണ്. ബ്ലൗസ് എല്ലാം ഉണ്ട്. മറ്റേ പാട്ടില്ലേ, ഇപ്പൊ പുതിയൊരു ട്രെൻഡിങ് പാട്ട് എനിക്കിപ്പോ എന്റെ തലയിൽ കയറിയിട്ടുണ്ട്. ആ സംഭവം ഇതൊക്കെ ഉണ്ടല്ലോ. അയ്യോ, ഇതൊക്കെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ എന്റെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നല്ലോ. ഇത് ഞാൻ എത്ര കാലം ഈ ഷർട്ടിന് വേണ്ടി തപ്പണു. എത്രയോ കാലം ഞാൻ ഈ ഷർട്ടിന് വേണ്ടി തപ്പുന്നത്. ഇവിടെ ഉണ്ടായിരുന്നു ബെസ്റ്റ്. ഞാൻ ആലോചിക്കാം, ഞാൻ എവിടെ കൊണ്ട് കളഞ്ഞിരുന്നു. ഇങ്ങനെയാണ് ഞാൻ ഇതാ നമ്മൾ ഇങ്ങനെ തപ്പുമ്പോഴാണ് ഇങ്ങനെ ഓരോന്ന് കാണുക. അമ്മ ഉണ്ടാവാൻ നന്നായി. അമ്മ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിലിപ്പോ എനിക്ക് കേട്ടേനെ. സെക്കൻഡ് പട്ടി എടുത്തിട്ടു. അപ്പൊ ബാക്കി തേർഡും ഫോർത്തും ഞാൻ എടുത്തിട്ടു കേട്ടോ. അപ്പൊ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് പെട്ടിയിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പമ്മ വന്നതാണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ പറയാ, ഓരോ പെട്ടിയിലോട്ട് എത്ര 2-3-4 വലിയ പെട്ടി കൊണ്ടുപോണ്ടി വരും. കാരണം ഈ സാധനങ്ങൾ മൊത്തം നമ്മളിപ്പം എന്താക്കണം കേസ് പുറത്തേല് പറയണ കാര്യം. നമ്മളിതെല്ലാം മൊത്തം അടക്കി കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് പാക്കിങ്ങിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. വിത്ത് മൈ മമ്മി വിത്ത് ഹെൽപ്പ്. ഇത് നമ്മുടെ അലക്കാനുള്ള തുണികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അലക്കിയെടുത്തിട്ട് ഇന്ന് നമ്മൾ കൊണ്ടുപോകണം. നാളെ പോകുമ്പം ഇതെടുത്ത് കൊണ്ടുപോകാറുണ്ട്. സ്ഥലം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. സ്ഥലം നമുക്ക് നാളെ അറിയാം. ഓക്കെ, അപ്പം ഇത് മൊത്തം പോയിട്ട് അലക്കാനിടട്ടെ കേട്ടോ. ഞാനൊന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടൊന്ന് ലിപ്സ്റ്റിക് ഇട്ട് ഡ്രസ്സ് മാറിയതാണ് കേട്ടോ. പുറത്ത് വെച്ചിട്ട് ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം തന്നെ തിരിച്ച് നേറ്റിക്കിടുന്ന ഡ്രസ്സിലേക്കാവും. അപ്പോൾ കണ്ട ഇവിടെ മൊത്തം ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. കാരണം ഉടനെ നാളെ പോകാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങാനുള്ളതുകൊണ്ട് പെട്ടെന്ന് അലക്കമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ റൂമിലൊക്കെ വിരിച്ചിട്ടേക്കോണം. ബാക്കി കുറച്ച് തുണികൾ ബാക്കിൽ നിന്ന്, ബാക്കി കുറച്ച് തുണികൾ നമുക്ക് മറ്റേ സൈഡിൽ പോയിട്ട് ഒരയ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അയയിൽ വിരിച്ചിടാമെന്നാണ് പറയണത്. എൻ്റെ അമ്മേ, ഇത് ഉണങ്ങണം. കാരണം നാളെ കൊണ്ടുപോകണമല്ലോ. അപ്പം ഉണങ്ങിയേ മതിയാവുള്ളൂ. വീട് പണിയാണ്. അയ്യോ, വീട് പണിയാണ് ഗൈസ്. എന്താ വിളിച്ച് നിന്നിട്ട് കഴിക്കുന്നത്? എന്തോ ഒളിച്ചു നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നത്. മടുത്തിട്ടാണ് ഗൈസ് വീട്. ഞാൻ പറഞ്ഞില്ല, അതിപ്പം മറ്റേ വീട് ഞങ്ങൾക്ക് അറിയാവുന്നവരായിരുന്നേ. അപ്പം അറിയാവുന്ന അങ്കിളുടെ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. ഇപ്പം വീട് ഷിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് മൊത്തം സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങി ഇങ്ങോട്ട് മാറ്റി അമ്മ മടുത്തിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാനിപ്പോൾ അടുത്ത സൂട്ട് കേസും കൊണ്ട് പോകുന്നുണ്ട്. കാരണം എൻ്റെ തുണി മൊത്തം ആ സൂട്ട് കേസിൽ ഒത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു ഫുൾ കയറിയില്ല അതിൻ്റെ അകത്ത്. അപ്പം അതുകൊണ്ട് വേറൊരു സൂട്ട് കേസ് എടുത്തിട്ട് കുറച്ച് തുണി ഇതിൻ്റെ അകത്തേക്ക് ആക്കി അങ്ങനെ 4 സൂട്ട് കേസ് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കണേ മൊത്തത്തിൽ. അപ്പോൾ നമുക്കിത് പോയിട്ട് ബാക്കിയും കൂടെ സെറ്റാക്കിയിട്ട് പുറത്തേക്കൊന്ന് പോകണം കേസ്, ഒന്ന് ഷോപ്പിങ്ങിന് പോകണമെന്നുണ്ട്, അതിന് പോകണം. ആഹാ, ബിരിയാണി ആയിക്കൊണ്ടത് കാരണം വീട് പണി ആയതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് ഉപകാരങ്ങളുണ്ട്. കാരണം നമുക്ക് കുക്ക് ചെയ്യാനൊന്നും സമയമില്ലാത്ത കാരണം നമ്മൾ ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്നേക്കുവാണ് അപ്പൻ. അതുകൊണ്ട് നമ്മൾ ബിരിയാണിയാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. എന്നിട്ട് ഇവർ പുറത്ത് പോകും. ഇവർ പുറത്തേക്ക് വന്നിട്ടായിരിക്കും ഞാൻ പുറത്ത് പോകുന്നുണ്ടാവുക ഷോപ്പിങ്ങിന്. ഇങ്ങനെയാണ് എനിക്ക് തോന്നണത്. അത് നമുക്ക് പോകുമ്പോഴേ അറിയുള്ളൂ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് കാല കഴിക്കാം ഗൈസ്. കാല ഇല്ലല്ലോ അതല്ലോ. നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ നിറഞ്ഞിങ്ങനെ വീർത്ത് ഇവിടെ വന്ന് ഞാനങ്ങ് കടന്നു ഗൈസ്. ഒരു നല്ലൊരു ഉറക്കം. എന്താണ് അഭിപ്രായം? പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടോ. അപ്പം അപ്പൻ ഓൾറെഡി ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓർത്തെന്നാൽ പിന്നെ അപ്പനെ ഹോസ്പിറ്റലിലിട്ട് ഞാനും അമ്മയുടെ സാധനമൊക്കെ മേടിക്കാമെന്ന്. അപ്പോൾ പിന്നെയാണ് ഓർത്തത് എന്നാൽ പിന്നെ ഞാൻ പോകുന്ന സ്ഥലത്തു നിന്ന് വാങ്ങിയാൽ പോരെ, അത് പോരെ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനിച്ചു. കാരണം എൻ്റെ മടി അങ്ങോട്ട് ഇതായിട്ട് ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം, അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന്. അപ്പം എന്താണ് അപ്പം ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചത് കേസ് ഭയങ്കരമായിട്ടും വയറ് നിറഞ്ഞു. എനിക്ക് വയ്യ, എനിക്ക് ഉറങ്ങാൻ കുറച്ച് നേരം. അതല്ലേ വന്നിങ്ങനെ സുഖമായിട്ട് ബെഡിൽ വന്നൊരൊറ്റ കിടപ്പ്. തുണി ഇപ്പോഴും ഉണ്ടോ മൊത്തം ബാക്കിൽ ഇങ്ങനെ തുണി കിടപ്പുണ്ട്. ആരൊക്കെയാണെങ്കിൽ തുണി ബെഡിലുണ്ടെങ്കിൽ ഒറ്റ സൈഡിലേക്ക് തട്ടും, എന്നിട്ട് എൻ്റെ സൈഡിൽ നടക്കും. ഞാൻ അങ്ങനെയാണ് ചില സമയത്ത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെയാണോ? അപ്പം ഒരു ചെറിയൊരു നാപ്പ് നമുക്ക് എടുക്കാം. ഞാനിങ്ങനെ ഇപ്പോൾ ഒരു വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുക. സീരീസ് കണ്ടുകൊണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങുക. എന്നിട്ട് കിടന്നുറങ്ങിയിട്ട് നമുക്ക് എണീറ്റിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഉറക്കത്തിൽ എണീറ്റു ഗേസ്, ഉറക്കത്തിൽ എണീറ്റു. എന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പം അമ്മ ബാക്കിൽ നിന്ന് കാണിക്കുന്നുണ്ട് എന്നെ കാണിക്കല്ലേന്ന്. കാരണം ഷിഫ്റ്റിംഗ് ഒക്കെ ആയിട്ട് അമ്മ ഫുൾ കോലത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ അതെ റെന്റിലാണോ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിലിടാം, അത് നമ്മൾ ഷോർട്സിലിടാം എന്താണെന്ന്. ഇവിടെ പിന്നെ മഴയാണ് ഗൈസ്. പിന്നെ പുറത്ത് കുറച്ച് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഉറങ്ങിപ്പോയി. അപ്പം അപ്പൻ്റെ ഇരുന്ന് കുറച്ച് ഞാൻ കേട്ടു. കാരണം തുണി അവിടെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു, അത് നനഞ്ഞു പോയി, ചെറുതായിട്ടൊന്ന് നനഞ്ഞു പോയി. അപ്പോൾ ഇപ്പോൾ ചായ കുടിച്ചിട്ട് ഇന്നത്തെ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫിൽ എന്താ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു, വൈകുന്നേരത്തെ ചായ കുടിക്കുന്നു, അതിന് ശേഷം എന്താ അതുപോലെ കേട്ടോ. ശല്ല കേസ് നമ്മളിപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്തിനാണ് പുറത്തേക്ക് പോകുന്നത്? ഒരു സംഭവത്തിനാണ് പുറത്തേക്ക് പോകുന്നത്. അതെന്ത് സംഭവമാണ് ഇപ്പം പറയും. ഫാനിട്ടാണ് അതെന്ത് സംഭവമാണെന്നുള്ളത് ഇപ്പം പറയും. ചായ കുടിച്ചിട്ട് റെഡി ആയിട്ട് നമ്മൾ പോവാണ്. എക്സൈറ്റഡ് ആണ് സംഭവത്തിന്. അപ്പോൾ നമുക്ക് നല്ല സൊസൈറ്റി ചായ കുടിക്കാം. സൊസൈറ്റി ചായപ്പൊടിയിലുള്ള നല്ലൊരു ചായ. ആ ചായ ഇന്നലെ പപ്പയുടെ അനിയത്തിയും അവരൊക്കെ വന്നപ്പോൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയലൻഡുകാർ അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർ മിൻസാനി സാൻജോങ്ങൾ 3 പേരും. എന്നിട്ട് അവരുണ്ടായിരുന്നു ഇന്നലെ ഫുള്ള് ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് പുറത്തേക്ക് പോവാം. ഒരു ചെക്കനുണ്ടല്ലോ എത്ര നേരം ഇവിടുന്ന് കുറച്ചുകൊണ്ടിരുന്ന് ഞാൻ വന്നിട്ട് പാവം എന്ന് പറഞ്ഞ് വന്നപ്പം ഞാൻ വന്ന ഉടനെ തുണി എടുത്തിട്ട് ഇരുന്ന് കടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മൈൻഡ് ആക്കുന്നില്ല. എന്നിട്ട് ഭയങ്കര അഹങ്കാരം. എടാ നിന്നോടാണ്, നിന്നെ കാണാനോട് ഞാൻ വന്ന്. എടാ ഇങ്ങോട്ട് നോക്കണം. കേസ് എന്താണിത്? എന്നെ ആർക്കും വേണ്ട, ഇവന് പോലെ എന്നെ വേണ്ട കേസ്. ഓഫി നോക്കിയേ, വാ നമുക്ക് പൊന്നൂന്ന് വിളിക്കാം. പൊന്നു 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 പൊന്നുവേ. നോ കോപ്പറേഷൻ ഫ്രം ഹിസ് എൻഡ്, സോ വി സ്റ്റോപ്പ് ദിസ്. നമ്മൾ പുറത്ത് പോകാൻ റെഡിയായി. കീയൊക്കെ എടുത്ത് ഇരിപ്പുണ്ട്. സോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ഫോൺ മേടിക്കാൻ പോണ സ്വന്തമായിട്ട്. അയ്യോ, ഞാൻ പുതിയൊരു ഫോൺ മേടിക്കാൻ പോണ സ്വന്തമായിട്ട്. അയ്യോ, എൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു സ്വപ്നമായിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഞാൻ എപ്പോഴും അതേപോലെ സ്വന്തമായിട്ടൊരു ഫോണൊക്കെ മേടിക്കാന്നൊക്കെ ഉള്ളത്. അപ്പം ഇന്ന് നമ്മൾ പോവാണ്, നമ്മൾ ഫോൺ മേടിക്കാൻ പോവാണ്. എനിക്കറിയില്ല, ഞാൻ എക്സൈറ്റഡ് ആണ് ഗൈസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ പോയിട്ട് അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ നോക്കി നമുക്ക് മേടിക്കാം. ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. പപ്പയ്ക്ക് ഇവിടെ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാൻ ഞാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോകാം, ലെറ്റ്സ് ഗോ.
കിടിലം മഴയാണ് ഗൈസ്. ഒന്ന് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. പണ്ടാരം സമ്മതിക്കൂല. മഴയൊന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടി നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് കണ്ടത് വണ്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവേ സീറ്റിൻ്റെ അടിയിൽ വെക്കുന്നൊരു ഇതുണ്ടാവില്ലേ, അതൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ തിരിച്ചിട്ട് നോക്കിയപ്പോഴാണ് ഒരുത്തിനിങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ രണ്ടും കൂടി ഇതിപ്പോൾ എല്ലാ സമയത്തും തെണ്ടി നടന്നോളൂ എന്നുള്ളൊരു നോട്ടമായിട്ടാണ് അവൻ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ മൈൻഡാക്കേണ്ട സാരമല്ല ഊഫിന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ നേരെ ഞങ്ങൾ നന്ദില ജിമാർട്ടിലേക്കാണ് പോയത്. അപ്പോൾ പോകുന്ന സമയത്താണെങ്കിലും നല്ല കനത്ത മഴയായിരുന്നു. കനത്ത മഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി വെച്ച പാട്ട് വരെ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള മഴയായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ എടുക്കുന്ന ഫുട്ടേജിലധികം മഴ ഉണ്ടാവില്ല, കാരണം മഴ കുറഞ്ഞ സമയത്താണ് ഞാൻ ആ വീഡിയോ എടുത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ആ സ്റ്റോറിലെത്തി. അപ്പോൾ എത്തിയ ഉടനെ തന്നെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഏതാ മേടിക്കട്ടെ. അങ്ങനെ ഫൈനലി ഞങ്ങൾ തീരുമാനിച്ചത് 15+ മേടിക്കാമെന്നാണ്. കാരണം എനിക്ക് കുറച്ച് സ്റ്റോറേജിൻ്റെ വേണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്റ്റോറേജ് നോക്കി കവർ നോക്കിയ സമയത്ത് ആ റെഡ് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് വേറെയാണ് ഞാൻ വാങ്ങിയത്, വേറൊരു കവറാണ് വാങ്ങിയത്. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ ഒരു സർപ്രൈസ് ഉണ്ട്, നിങ്ങളുടെ മകളിൽ ഒരു ഫോൺ മേടിച്ചിരിക്കുന്നു അപ്പ, 2 കണ്ണീരൊഴുക്കുമെന്ന് പറഞ്ഞപ്പോൾ അപ്പ പറഞ്ഞു അതിനിപ്പോൾ എന്താ, ഫോൺ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഞാനങ്ങ് വളരെയധികം അങ്ങ് തകർന്നടിഞ്ഞ്, സോറി കേസ് ഞാൻ വെറുതെ പറയട്ടെ, ഞാനങ്ങ് ഓവറാക്കുന്നതാണ്, പേടിക്കേണ്ട. അപ്പോൾ അങ്ങനെ ഫോൺ വാങ്ങി നമ്മൾ ഫൈനലി. താങ്ക് യു സോ മച്ച് എവരി വൺ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എപ്പോഴും. അപ്പോൾ അമ്മയും വളരെ ഹാപ്പിയാണ്, ഞാനും ചേച്ചിയും അപ്പനും എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് കേസ്. താങ്ക് യു അമ്മ. അതിനുശേഷം ഒരു ചടങ്ങ് പോലെ നമ്മുടെ സ്വന്തം ചേച്ചി, എൻ്റെ ചേച്ചി വിളിച്ചിരുന്നു. അങ്ങനെ ഞാനും അപ്പനും അമ്മ എൻ്റെ ഇടയ്ക്ക് എങ്ങോട്ട് ഓടിപ്പോയത് കേട്ടോ, എങ്ങോട്ടാന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞങ്ങൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊഞ്ചോട് സംസാരിക്കായിരുന്നു. നമ്മൾ ഫൈനലി വീട്ടിലെത്തി. ഇതേ എൻ്റെ ഫോൺ, എൻ്റെ സ്വന്തം ഫോൺ. ഇതിപ്പം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, സെറ്റാക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇപ്പോൾ വന്ന് ഓണാക്കിയിട്ടേ ഉള്ളൂ. വീട്ടിൽ കയറി കുറേ പണിയുണ്ടായിരുന്നു കേസ്. എൻ്റെ ഇടയ്ക്ക് ഫോണിൻ്റെ ചാർജ് ഭയങ്കരമായിട്ടും പോയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് നിങ്ങളെ മൊത്തം കാണിക്കണം എന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ തിരിച്ചെത്തി, ഞാൻ ഇതും കൊണ്ട് ഞാൻ പാർവതിൻ്റെ അടുത്ത് പോയി, അവളെ കണ്ടു, അവളുടെ അടുത്ത് കുറച്ചിട്ട് ഇരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇരിക്കുന്ന സമയത്തേക്ക് വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഫോൺ ചാർജില്ലായിരുന്നു ഒട്ടും, എത്ര 5-6% എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിലെത്തണമായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ഫോൺ തൊട്ടതേയില്ല, അവിടെ വെച്ചു. അപ്പോൾ നമ്മൾ ഫൈനലി ഒരു ഡ്രീം, ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്ന ഒരു ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്തേക്കാണ്. അപ്പം ഇതായിരുന്നു എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. തിരിച്ച് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ, അവർ താഴെ കയറി, ഞാൻ റൂമിൽ വന്ന് ഇനി എനിക്ക് മര്യാദയ്ക്ക് ഫ്രഷനപ്പ് ചെയ്ത് കടന്നുറങ്ങി. നാളെയാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങളൊക്കെ തരുന്ന സ്നേഹത്തിനൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി അധികം ഉമ്മാസ് ഫോർ യു, താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഈ അലമ്പ് പോലത്തെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നുള്ളത്. അപ്പോൾ ഇതെൻ്റെ പുതിയ റൂമാണ് കേട്ടോ, റിനോവേറ്റ് ചെയ്തതിന് ശേഷമുള്ള റൂമാണ്. മറ്റേ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് മാറി. പക്ഷേ ഇവിടെ അധികം ദിവസം നിൽക്കാനുള്ള ഭാഗ്യം എനിക്കില്ല കേസ്, ഞാൻ കാരണം നാളെ പോവാണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സമയത്ത് ഇവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ, ലവ് യു ഓൾ.